നമസ്കാരം. ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രക്ഷോഭകാരികൾക്കെതിരെയുള്ള അക്രമം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈജിപ്തുമായുള്ള ബന്ധം പുനഃപരിശോധിക്കേണ്ടി വരുമെന്ന് സൈന്യത്തിലും ഇടക്കാല ഭരണകൂടത്തിനും യൂറോപ്യൻ യൂണിയന്റെ മുന്നറിയിപ്പ്. പട്ടാള അട്ടിമറിക്കെതിരെ ഈജിപ്തിലെ വിവിധ നഗരങ്ങളിൽ റാലികൾ. പ്രക്ഷോഭകാരികൾക്കെതിരായ സൈനിക നടപടിക്ക് ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രിയുടെ ന്യായീകരണം. ജനാഭിലാഷം സംരക്ഷിക്കാൻ സൈന്യം പ്രതിജ്ഞാബദ്ധമെന്ന് അൽ-സിസി. ദമസ്കസിലും സബ്ദാനിയിലും സിറിയൻ സേന വ്യോമാക്രമണം നടത്തിയതായി വിമത സൈന്യം. വ്യോമാക്രമണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ വിമത സൈന്യം പുറത്തുവിട്ടു. സിറിയയിൽ രാസായുധം പ്രയോഗിച്ചുവെന്ന പരാതിയിൽ അന്വേഷണം നടത്താൻ ഐക്യരാഷ്ട്രസഭയുടെ രാസായുധ വിദഗ്ധർ ദമസ്കസിലെത്തി. UAE-യിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സ്കൂൾ ബസ്സുകൾക്ക് ഈ മാസം മുതൽ വിലക്കേർപ്പെടുത്തും. ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാർ അനുവദിച്ച സമയം 29 വരെ. സ്വദേശികളുടെ അനുപാതം വർദ്ധിപ്പിക്കാത്ത സ്വകാര്യ സ്കൂളുകൾക്കെതിരെ നടപടി. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 7 സ്വർണത്തോടെ റഷ്യ ചാമ്പ്യന്മാർ. ഉസൈൻ ബോൾട്ടിന് ട്രിപ്പിൾ സ്വർണം. ലോക ചാമ്പ്യൻഷിപ്പിൽ ബോൾട്ട് നേടുന്ന 8ാമത്തെ സ്വർണം. പ്രക്ഷോഭകാരികൾക്കെതിരെയുള്ള അക്രമം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈജിപ്തുമായുള്ള ബന്ധം പുനഃപരിശോധിക്കേണ്ടി വരുമെന്ന് സൈന്യത്തിനും ഇടക്കാല ഭരണകൂടത്തിനും യൂറോപ്യൻ യൂണിയന്റെ മുന്നറിയിപ്പ്. യൂറോപ്യൻ യൂണിയൻ കൌൺസിലിന്റെയും യൂറോപ്യൻ കമ്മീഷന്റെയും സംയുക്ത പ്രസ്താവനയിലാണ് ഈ മുന്നറിയിപ്പ്. ഇതിനിടെ ഈജിപ്തിലെ വിവിധ നഗരങ്ങളിൽ പട്ടാള അട്ടിമറിക്കെതിരായ കൂട്ടായ്മ ആഹ്വാനം ചെയ്ത റാലികൾ നടന്നുവരികയാണ്. യൂറോപ്യൻ യൂണിയൻ കൌൺസിൽ അധ്യക്ഷൻ ഹെർമൻ വാൻ റോംപിയവും യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷൻ മാനുവൽ ബറാസോയും പുറപ്പെടുവിച്ച സംയുക്ത പ്രസ്താവനയിലാണ് ഈജിപ്തുമായുള്ള ബന്ധം പുനഃപരിശോധിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയത്. എന്നാൽ ഈജിപ്ഷ്യൻ ഇടക്കാല വിദേശകാര്യമന്ത്രി നബീൽ ഫഹ്മി പ്രക്ഷോഭകാരികൾക്കെതിരായ സൈനിക നടപടിയെ ന്യായീകരിച്ചു. First of all, I mourn all casualties, even those who are guilty of using force. Personally, I mourn all casualties. But there is a distinction between casualties that occur by mistake, casualties that occur by way of collateral damage, and casualties that occur as a result of premeditated, rampant use of violence against civilian facilities. ഇതിനിടെ സൈന്യത്തിന്റെ ആക്രമണത്തിന് ശേഷവും ഈജിപ്തിൽ അട്ടിമറി വിരുദ്ധ പ്രക്ഷോഭങ്ങൾ തുടരുകയാണ്. മുർസി അനുകൂലികൾ പ്രഖ്യാപിച്ച റാലികൾ ഈജിപ്തിലെ വിവിധ നഗരങ്ങളിൽ പുരോഗമിക്കുന്നു. എന്നാൽ കൈറോയിലെ മുഖ്യ റാലി ഉപേക്ഷിക്കാൻ മുർസി അനുകൂലികൾ തീരുമാനിച്ചു. റാലി കടന്നുപോകുന്ന വഴികളിലെ കെട്ടിടങ്ങളുടെ മട്ടുപ്പാവുകളിൽ സൈന്യം പീരങ്കികളും തോക്കുകളും സ്ഥാപിച്ചിട്ടുണ്ടെന്നാരോപിച്ചാണ് പ്രകടനം റദ്ദാക്കിയത്. ന്യൂസ് ഡെസ്ക് മീഡിയ വൺ. ഈജിപ്തിൽ വെള്ളിയാഴ്ച നടന്ന രക്തരൂക്ഷിത കലാപത്തിൽ മരിച്ച ബ്രദർഹുഡ് നേതാവ് മുഹമ്മദ് ബദീന്റെ മകൻ അമർ ബദീന്റെ ഖബറടക്കം കെയ്റോയിൽ നടന്നു. റംസി സ്ക്വയറിൽ നടന്ന പ്രതിഷേധത്തിനിടയിൽ സൈന്യത്തിന്റെ ആക്രമണത്തിലാണ് അമർ കൊല്ലപ്പെട്ടത്. നിരവധി പേർ അമറിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ഈജിപ്തിലെ സൈനിക നടപടിയിൽ അപലപിച്ച് ഓസ്ട്രേലിയയിൽ മാർച്ച് നടന്നു. ഓസ്ട്രേലിയയിൽ ഗ്രാൻഡ് മുഫ്തിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് നടന്നത്. നൂറുകണക്കിന് പേരാണ് സിഡ്നിയിൽ നടന്ന പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തത്. ഓസ്ട്രേലിയൻ ഗ്രാൻഡ് മുഫ്തിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ഈജിപ്തിൽ നടക്കുന്ന രക്തരൂഷിത കലാപങ്ങൾക്ക് അവസാനമുണ്ടാകണമെന്നും ഈജിപ്തിൽ സ്വാതന്ത്ര്യവും ജനാധിപത്യവും തിരികെ കൊണ്ടുവരുന്നതിന് എല്ലാ പിന്തുണയും നൽകുന്നുവെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. It's a peaceful message to the world and to peaceful nation that supports the peace everywhere that we condemn the brutal killing of innocent people in Egypt, and we also condemn the destruction of churches and mosques for and all this brutal work and very criminal act that no peaceful man on this earth and in humanity will accept whatsoever. News Desk, Media One. ഈജിപ്ത് വിഷയത്തിൽ ഖത്തർ വിദേശകാര്യമന്ത്രിയും ജർമ്മൻ വിദേശകാര്യമന്ത്രിയും കൂടിക്കാഴ്ച നടത്തി. സമാധാനപരമായ ചർച്ചയല്ലാതെ മറ്റൊരു പരിഹാരം ഈജിപ്ത് വിഷയത്തിലില്ലെന്ന് ഇരു മന്ത്രിമാരും വ്യക്തമാക്കി. ഈജിപ്തിൽ നടക്കുന്ന മനുഷ്യക്രൂരതയെ അവസാനിപ്പിക്കണമെന്ന് ഖത്തർ വിദേശകാര്യമന്ത്രി ഖാലിദ് ബിൻ മുഹമ്മദ് അൽ അത്തിയ ജർമ്മനിയിൽ വ്യക്തമാക്കി.
ഈജിപ്തിൽ നടക്കുന്ന പോരാട്ടങ്ങൾക്കിടയിൽ ഇരയാകുന്നവരുടെ കാര്യത്തിൽ ഖത്തറിന് ഉത്കണ്ഠയുണ്ടെന്നും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിൽ അതീവ ദുഃഖിതനാണെന്നും അദ്ദേഹം പറഞ്ഞു. هذا العدد من الضحايا ونعزي أهل الضحايا. هناك استخدام مفرط للسلاح يقلقنا. قطر دائما تنبذ العنف وفي هذه الحالة نحن نندد بأعمال العنف التي ارتكبت ضد المدنيين. രാഷ്ട്രീയ തടവുകാരുടെ മോചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമാധാനപരമായ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും അല്ലാത്തപക്ഷം ഈജിപ്തിൽ ഇനിയും രക്തച്ചൊരിച്ചിലുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കെയ്റോ നഗരത്തിൽ അവസാനമായി നടന്ന പട്ടാള ചെയ്തിയിൽ അതീവ ദുഃഖമുണ്ടെന്ന് ജർമ്മൻ വിദേശകാര്യമന്ത്രി ഗൂഡോ വെസ്റ്റർവെല്ലെ പ്രതികരിച്ചു. Und erschüttert über die andauernde brutale Gewalt in Ägypten, die erneuten Todesopfer. മീഡിയ 1 ഖത്തർ. ഈജിപ്ത് ജനതയുടെ ജനായത്താഭിലാഷം കാത്തുസൂക്ഷിക്കുകയാണ് സൈന്യത്തിന്റെ ദൗത്യമെന്ന് സൈനിക തലവൻ അബ്ദുൽ ഫത്താഹ് അൽ സിസി. പ്രക്ഷോഭകർക്കെതിരെയുള്ള അക്രമങ്ങളുടെ പേരിൽ ലോകവ്യാപക പ്രതിഷേധമുയർന്നിരിക്കെയാണ് സിസിയുടെ പ്രസ്താവന. ഈജിപ്ത് ഭീകരതയ്ക്കെതിരെ പോരാടുന്നുവെന്ന തലക്കെട്ടോടെ ദേശീയ ചാനൽ സംരക്ഷണം ചെയ്ത സിസിയുടെ പ്രസംഗത്തിലാണ് ഈ പ്രസ്താവന. قلت مرة في أحد الحفلات قلت إن المصريين لو عايزين يغيروا الدنيا هيغيروها. وبقول للمصريين دلوقتي انتم عايزين تبنوا مصر ومستقبلها، لو عايزين تبنوا مصر ومستقبلها هتقدروا وتخلوها، واختم بيها كلامي، مصر أم الدنيا، مصر هتبقى قد الدنيا، مصر أم الدنيا، مصر هتبقى قد الدنيا إن شاء الله. കുവൈറ്റിലെ ഈജിപ്ത് കോൺസുലേറ്റിന് മുന്നിൽ പ്രകടനം നടത്തിയ ഈജിപ്ത് സ്വദേശികളെ നാട് കടത്തിയേക്കും. പ്രകടനത്തിൽ പങ്കെടുത്തവരെ കണ്ടെത്താൻ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച ചിത്രങ്ങളും CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു വരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഈജിപ്തിലെ കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കുവൈറ്റിലെ ഈജിപ്ത് കോൺസുലേറ്റിന് മുന്നിൽ നടന്ന പ്രകടനത്തിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ പങ്കെടുത്തിരുന്നു. മുഹമ്മദ് മുർസിക്ക് അനുകൂലമായ മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളും ഉയർത്തിയായിരുന്നു പ്രതിഷേധക്കാർ ബുധനാഴ്ച വൈകിട്ട് കോൺസുലേറ്റിന് മുന്നിൽ തടിച്ചുകൂടിയത്. ഇവർക്കെതിരെ കടുത്ത നടപടികൾ എടുക്കണമെന്ന് അബ്ദുള്ള അൽ തമീമി MP ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. സമരാനുകൂലികളെ കുടുംബത്തോടെ നാടുകടത്തണമെന്ന ആവശ്യം വേറെയും പാർലമെന്റ് അംഗങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇതോടെ ആഭ്യന്തര മന്ത്രാലയം പ്രകടനത്തിൽ പങ്കെടുത്തവർക്കെതിരെ കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നതായാണ് സൂചന. പ്രകടനക്കാരെ കണ്ടെത്താൻ CCTV ദൃശ്യങ്ങളും മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച ചിത്രങ്ങളും പോലീസ് പരിശോധിച്ചു വരുന്നതായി അൽവത്തൻ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം അമേരിക്കൻ എംബസിക്ക് മുന്നിലും ഈജിപ്ത് പ്രശ്നവുമായി ബന്ധപ്പെട്ട പ്രകടനം അരങ്ങേറിയിരുന്നു. ഇതോടെ രാജ്യത്ത് മുർസി അനുകൂല റാലികൾക്കും മറ്റും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അട്ടിമറിയിലൂടെ അധികാരത്തിലേറിയ സൈനിക ഭരണകൂടത്തെ പിന്തുണക്കുന്ന നിലപാടാണ് കുവൈത്ത് ആദ്യമേ സ്വീകരിച്ചു പോന്നത്. പട്ടാളം ഭരണം കൈയടക്കിയതിനു ശേഷം കുവൈത്ത് ഈജിപ്തിന് $4000 കോടി സാമ്പത്തിക സഹായം നൽകിയിരുന്നു. മീഡിയ 1 കുവൈത്ത്. ദമസ്കസിലും സബദാനിയിലും സിറിയൻ സേന വ്യോമാക്രമണം നടത്തിയതായി വിമത സൈന്യം. ബഷാർ അൽ അസദിന്റെ ശക്തി കേന്ദ്രമായ ലഡാക്കിക്ക് സമീപത്തും സിറിയൻ സൈന്യം വ്യോമാക്രമണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ വിമത സൈന്യം പുറത്തുവിട്ടു. ലഡാക്ക് കീഴടക്കാനുള്ള വിമത സൈന്യത്തിന്റെ നീക്കം തടയുന്നതിന്റെ ഭാഗമായാണ് വ്യോമാക്രമണം. സിറിയയിൽ രാസായുധം പ്രയോഗിച്ചുവെന്ന പരാതിയിൽ അന്വേഷണം നടത്താൻ ഐക്യരാഷ്ട്രസഭയുടെ രാസായുധ വിദഗ്ധർ ദമസ്കസിലെത്തി. ബഷാർ അൽ അസദും പ്രതിപക്ഷവും പരസ്പരം രാസായുധം പ്രയോഗിച്ചതായി ആരോപണമുന്നയിച്ച സാഹചര്യത്തിലാണ് സംഘം സിറിയയിലെത്തിയത്. രാസായുധ വിഷയത്തിൽ ലോകരാഷ്ട്രങ്ങൾ 2 ചേരിയിലാണ്. ബഷാർ സൈന്യം രാസായുധം പ്രയോഗിച്ചെന്ന് അമേരിക്കയും പ്രതിപക്ഷമാണ് രാസായുധം പ്രയോഗിച്ചതെന്ന് റഷ്യയും ആരോപിച്ചിരുന്നു. 12 ഇടങ്ങളിൽ സംഘം പരിശോധന നടത്തും. 1997 രാസായുധ നിർവ്യാപന കരാറിൽ ഒപ്പിട്ട രാജ്യമാണ് സിറിയ. UAE-യിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സ്കൂൾ ബസ്സുകൾക്ക് ഈ മാസം മുതൽ വിലക്കേർപ്പെടുത്തുന്നു. ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാർ അനുവദിച്ച സമയം ഈ മാസം 29-ന് അവസാനിക്കുകയാണ്. സ്കൂൾ ബസ്സുകൾക്ക് രാജ്യത്തെ ഗുണനിലവാര അതോറിറ്റിയായ എസ്മ മുന്നോട്ട് വെച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ 2 വർഷമാണ് ആഭ്യന്തര വകുപ്പ് സമയം അനുവദിച്ചത്. ഈ കാലാവധി ഈ മാസം 29-ന് പൂർത്തിയാവുകയാണ്. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സ്കൂൾ ബസ്സുകൾ ഇനി രജിസ്റ്റർ ചെയ്യാനാവില്ല. രജിസ്ട്രേഷൻ പുതുക്കി നൽകില്ല. അത്തരം സ്കൂൾ ബസ്സുകൾ നിരത്തിലിറക്കാനും സർക്കാർ അനുവദിക്കില്ല. 18-ലധികം സുരക്ഷാ ക്രമീകരണങ്ങളാണ് സ്കൂൾ ബസ്സുകളിൽ ഏർപ്പെടുത്തേണ്ടത്. പ്രധാനപ്പെട്ടത് ഇതിനകത്ത് സ്പീഡ് ലിമിറ്റഡ് ഡിവൈസ് വേണം. കുട്ടികളുടെ വണ്ടിക്ക് 80 കിലോമീറ്റർ സ്പീഡ് മാത്രമേ പാടുള്ളൂ. അതിൻ്റെ കൂടെ റൂട്ട് ഡെസ്റ്റിനേഷൻ ബോർഡ് ആവശ്യമുണ്ട്, സ്റ്റോപ്പ് ബോർഡ് ആവശ്യമുണ്ട്. പിന്നെ ഇതിനകത്ത് എയ്സൽ, എമർജൻസി ഹാമേഴ്സ്, റിവേഴ്സ് സെൻസേഴ്സ്, cameras, 6 cameras including reverse camera, പിന്നെ ഫയർ എക്സ്റ്റിങ്വിഷേഴ്സ്, ഫസ്റ്റ് എയ്ഡ് കിറ്റ്,
GPS ഡിവൈസസ് മുതലായവയൊക്കെ ഇതിനകത്ത് ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. 2 വർഷം മുമ്പേ ദുബൈയിലെ സ്കൂൾ ബസ്സുകളിൽ ഇത്തരം ക്രമീകരണങ്ങൾ നിർബന്ധമാക്കിയിരുന്നു. എന്നാൽ മറ്റു പല എമിറേറ്റുകളിലും ഇവ പൂർണ്ണമായിട്ടില്ല. സ്കൂളുകൾക്കായി വാടകയ്ക്ക് ബസ്സുകൾ നൽകുന്ന കമ്പനികളെല്ലാം ക്രമീകരണങ്ങൾ പൂർത്തിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഷിനു ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. സ്വദേശികളുടെ അനുപാതം വർദ്ധിപ്പിക്കാത്ത സ്വകാര്യ സ്കൂളുകൾക്ക് വിസ നൽകുന്നത് നിർത്തലാക്കി തുടങ്ങി. ജിദ്ദ, മക്ക മേഖലയിൽ ഏകദേശം 200 സ്വകാര്യ സ്കൂളുകളുടെ വിസ തൊഴിൽ മന്ത്രാലയം റദ്ദാക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. സ്കൂളുകളിൽ സ്വദേശികളുടെ അനുപാതം വർദ്ധിപ്പിക്കാത്തതിനെ തുടർന്നാണ് ഇത്രയും സ്കൂളുകളുടെ വിസ റദ്ദാക്കിയതെന്ന് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. വിസയ്ക്കായി തൊഴിൽക്കാര്യ ഓഫീസിനെ സമീപിച്ചപ്പോഴാണ് പല സ്കൂൾ ഉടമകളും വിസ റദ്ദാക്കിയ വിവരം അറിയുന്നത്. അതേസമയം സ്വദേശി അനുപാതം പൂർത്തിയാക്കിയ സ്കൂളുകൾക്ക് തൊഴിൽക്കാര്യ ഓഫീസ് ഇതിനായുള്ള സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട്. സ്കൂളുകൾക്ക് റിക്രൂട്ട്മെന്റിന് നിശ്ചയിച്ച വ്യവസ്ഥകൾ പാലിച്ച് വിദേശത്ത് നിന്ന് അധ്യാപകരെ റിക്രൂട്ട് ചെയ്യാൻ സാധിക്കും. വിസ റദ്ദാക്കാനുള്ള തീരുമാനം സ്വകാര്യ മേഖലയിലെ വിദ്യാർത്ഥികളുടെ എണ്ണത്തെ ബാധിക്കുമെന്ന് ജിദ്ദ ചേംബർ സ്വകാര്യ സ്കൂൾ സമിതി അധ്യക്ഷൻ ഡോക്ടർ സുബൈർ ഗുനൈം പറഞ്ഞു. 30% വരെ വിദ്യാർത്ഥികളുടെ കുറവുണ്ടായേക്കും. ഗവൺമെന്റ് സ്കൂളിൽ തിരക്ക് കൂടാനും കാരണമാകും. പലർക്കും വിദ്യാഭ്യാസത്തിനുള്ള അവസരം നഷ്ടപ്പെടുകയും ചെയ്യും. അറബി ഭാഷ, ഇസ്ലാമിക വിഷയങ്ങൾ ഒഴിച്ച് എല്ലാ വിഷയങ്ങൾക്കും അധ്യാപകരെ റിക്രൂട്ട് ചെയ്യാൻ വിസ ആവശ്യമാണ്. തൊഴിൽ മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനം മൂലമുണ്ടായ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയം മുന്നോട്ട് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മീഡിയ 1, റിയാദ്. കുവൈറ്റിൽ അടുത്ത അധ്യയന വർഷം മുതൽ സ്കൂളുകളുടെ സമയക്രമത്തിൽ മാറ്റത്തിന് സാധ്യത. പരിഷ്കരണം ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനാണ്. സ്കൂളുകളിൽ അടുത്ത മാസം 15 മുതൽ അധ്യയനം ആരംഭിക്കും. ഗതാഗതക്കുരുക്ക് അനുഭവിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 4ാമതാണ് നിലവിൽ കുവൈത്തിന്റെ സ്ഥാനം. സ്കൂളിലേക്കും തിരിച്ചുമുള്ള വിദ്യാർത്ഥികളുടെ യാത്രാസമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അധ്യയന സമയം പുനഃക്രമീകരിക്കുന്നതിന്റെ സാധ്യതകളെക്കുറിച്ച് ആഭ്യന്തര മന്ത്രാലയം വിദ്യാഭ്യാസ വകുപ്പുമായി ചർച്ച നടത്തിയിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് ഇരു വകുപ്പുകളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ചർച്ചയിൽ ഇത് സംബന്ധിച്ച ഏകദേശ ധാരണയുമായിരുന്നു. ഇതുപ്രകാരം സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന അധ്യയന വർഷം മുതൽ സ്കൂൾ സമയത്തിൽ മാറ്റം വരുമെന്നാണ് അറിയുന്നത്. പ്രൈമറി ക്ലാസുകൾ ഉച്ചയ്ക്ക് 12:30-ക്കും 7ാം തരം വരെയുള്ള ക്ലാസുകൾ 12:45-നും സെക്കൻഡറി ക്ലാസുകൾ 1:15-നും വിടുന്ന രീതിയിലാണ് സമയമാറ്റം നടപ്പാക്കുക. വിദ്യാഭ്യാസ മന്ത്രാലയ വൃത്തങ്ങളാണ് ഇത് സംബന്ധിച്ച സൂചന നൽകിയത്. ബാച്ച് തിരിച്ച് സ്കൂൾ വിടുന്നതിനാൽ ഉച്ചനേരത്തെ ഗതാഗത പ്രശ്നത്തിന് വലിയ തോതിൽ പരിഹാരം കാണാനാകുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. അടുത്ത മാസം 8 മുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുമെങ്കിലും കിൻഡർ ഗാർട്ടനുകളിൽ 15-നും പ്രൈമറി ക്ലാസുകളിൽ 16-നും എലമെന്ററി ക്ലാസുകളിൽ 17-നും സെക്കൻഡറി തലത്തിൽ 22-നുമാണ് അധ്യയനം ആരംഭിക്കുന്നത്. സ്കൂൾ സമയത്തിൽ വരുന്ന മാറ്റം ഇന്ത്യൻ സ്കൂളുകളടക്കം സ്വകാര്യ വിദ്യാലയങ്ങൾക്ക് ബാധകമാകുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈത്ത്.